തിരുവനന്തപുരത്ത് പെരിങ്ങമല ലേബർ കോൺട്രാക്ട് സഹകരണ സംഘം അഴിമതിയിൽ BJP നേതാക്കൾ കുരുക്കിലാകുന്നു എന്നുള്ളതാണല്ലോ. സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷ് 43 ലക്ഷം രൂപ തിരിച്ചടയ്ക്കണം എന്നതിന്റെയൊക്കെ തെളിവുകൾ സഹിതമാണോ പുറത്ത് വന്നിട്ടുള്ളത്? അനുജ, ഈ തിരുവനന്തപുരം ജില്ലാ BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇപ്പോൾ സംഭവിക്കുകയാണ്. നമുക്കറിയാം, സ്ഥാനാർത്ഥി നിർണയത്തിന് മുൻപേ തിരുമല അനിൽ എന്ന് പറയപ്പെടുന്ന കൗൺസിലറുടെ ആത്മഹത്യ അത് ഒരു സഹകരണ സംഘവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഇടപാടുകളുടെ പശ്ചാത്തലത്തിലായിരുന്നു. അതിനുശേഷം നമുക്കറിയാം ഒരു ആത്മഹത്യ തൃക്കണ്ണപുരത്ത് സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി മനോവിഷമത്തിൽ ഒരു ആനന്ദ് കെ തമ്പി എന്ന് പറയപ്പെടുന്നയാൾ ആത്മഹത്യ ചെയ്ത് നമ്മൾ കണ്ടു. അതിനുശേഷം നെടുമങ്ങാട് ഒരാൾ ആത്മഹത്യക്ക് ശ്രമിക്കുന്നത് നമ്മൾ കണ്ടു. ഇതിന് പിന്നാലെയാണ് BJPയെ വെട്ടിലാക്കിക്കൊണ്ട് ഈ പെരിങ്ങമല സംഘം അഴിമതിയുമായി ബന്ധപ്പെട്ട് സർക്കാർ നിയോഗിച്ച സമിതിയുടെ റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നതിൽ അക്കാര്യത്തിൽ പറയുന്നത് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അടയ്ക്കാനുള്ളത് 43 ലക്ഷം രൂപ എന്നുള്ളതാണ്. അതായത് പെരിങ്ങമല ലേബർ കോൺട്രാക്ട് സഹകരണ സംഘത്തിലാണ് ഈ അഴിമതി എന്നുള്ള വകുപ്പിന്റെ കണ്ടെത്തൽ. S. സുരേഷ് 43 ലക്ഷം രൂപ പലിശ സഹിതം തിരിച്ചടയ്ക്കണമെന്നാണ് ഉത്തരവ്. ബാങ്കിനാകെ 4.16 കോടിയുടെ നഷ്ടമുണ്ടായി. ബാങ്ക് പ്രസിഡന്റ് മാത്രം 46 ലക്ഷം രൂപ തിരിച്ചടയ്ക്കാനുണ്ട്. ബാങ്ക് പ്രസിഡന്റ് RSS മുൻ വിഭാഗ് ശാരീരിക് പ്രമുഖ G. പത്മകുമാറാണ്. ഈ ബാങ്കിന്റെ ഭരണസമിതിയിൽ മൊത്തം ഉണ്ടായിരുന്നത് 16 പേരാണ്. ഇതിൽ 7 പേർ 46 ലക്ഷം രൂപ വീതം തിരിച്ചടയ്ക്കണമെന്നും ഇപ്പോൾ വകുപ്പിന്റെ അന്വേഷണത്തിന് ശേഷമുള്ള ഉത്തരവിൽ പറയുന്നുണ്ട്. 9 പേർ 16 ലക്ഷം രൂപ വീതം തിരിച്ചടയ്ക്കണം. ഭരണസമിതിയിലുള്ളവർ നിയമം ലംഘിച്ച് വായ്പ എടുത്തു. ഭരണസമിതി അംഗങ്ങൾ അതേ ബാങ്കിൽ നിന്ന് വായ്പ എടുക്കാൻ പാടില്ല. എന്നാൽ സഹകരണ ചട്ടം പൂർണ്ണമായി വിഷയത്തിൽ ലംഘിച്ചു എന്നൊക്കെയുള്ള കണ്ടെത്തൽ അത് വകുപ്പ് നടത്തുന്നുണ്ട്. എന്തായാലും BJPയെ സംബന്ധിച്ചിടത്തോളം, ജില്ലാ BJPയെ സംബന്ധിച്ചിടത്തോളം തലവേദന ഉണ്ടാക്കുന്ന ഒരു സംഭവമാണിത്. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.